എന്റെ പേര് ശരണ്യ മെൽവിൻ. ഇതെന്റെ മകൾ നിശ്ചയ മെൽവിൻ. ആശ്രയ MES പബ്ലിക് സ്കൂൾ മോണ്ടിസോറി B ഡിവിഷനിൽ പഠിക്കുന്നു. ഒരു പാരന്റ് എന്ന നിലയിൽ വളരെയധികം അഭിമാനപൂർവ്വം സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്തെന്നാൽ മോണ്ടിസോറിയിൽ പഠിക്കാൻ തുടങ്ങിയത് മുതൽ അശ്വയിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാരക്ടറിലാണെങ്കിലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലാണെങ്കിലും ഏത് കാര്യത്തിൽ നോക്കിയാലും വളരെയധികം നല്ല ചേഞ്ചസ് എന്റെ മോൾക്ക് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ പഠിപ്പിക്കുന്ന പഠന രീതിയാണെങ്കിലും കുട്ടികളെ വെറുതെ പുസ്തക പുഴുക്കളായിട്ട് അങ്ങനെ തന്നെ മാറ്റി തീർക്കാണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും അവരുടെ ഉള്ളിലെ ടാലന്റ് മനസ്സിലാക്കി അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അതിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യിച്ച് അവർക്ക് നല്ലൊരു വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ് MES പബ്ലിക് സ്കൂൾ. അതിനു വേണ്ടിയിട്ട് മോണ്ടിസോറിയിലെ ടീച്ചേഴ്സ്മാർ വളരെയധികം നന്നായിട്ട് തന്നെയാണ് അവരെ പരിശ്രമിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും അവർക്ക് നല്ല രീതിയിലൊരു ട്രെയിനിങ് ചെയ്ത് കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് മാത്രമല്ല, കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു പഠന രീതിയാണ്. അവരെ കൂടുതലും പഠിപ്പിക്കുന്നത് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ്, ആക്ടിവിറ്റീസ് ചെയ്തും മെറ്റീരിയൽസ് ഉപയോഗിച്ചൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം മനസ്സിലാക്കി ചെയ്യുവാനും ഒരു ഈസി മെത്തേഡിൽ അവർക്കെല്ലാം മനസ്സിലാക്കി ചെയ്യാനും പഠിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. റീഡിങ്ങിലാണെങ്കിലും ലേണിങ്ങിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും കുട്ടികൾക്ക് വളരെയധികം മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നതിലുള്ള ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പോ അവർ മാത്സ് പഠിപ്പിക്കുമ്പോൾ പോലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുകയും മെറ്റീരിയൽസ് ഉപയോഗിച്ചും ഗെയിംസിലൂടെയും അവർക്ക് മാത്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് കൗണ്ട് ചെയ്യുന്നതാണെങ്കിലും അവർക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു ഈസി മെത്തേഡ്, അതായത് ടഫ് ഇല്ലാണ്ട് തന്നെ വളരെയധികം കുട്ടികൾക്ക് എങ്ങനെയാണോ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ പഠിപ്പിക്കുമ്പോൾ കൂടുതലും അവർക്ക് സൗണ്ട്സ് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ ഒരിക്കലും കാണാപ്പാഠം പഠിച്ച് ഒരു വേർഡ് നമ്മൾ എഴുതുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് എഴുതുന്ന സമയത്ത് ഒരു 2 സെന്റൻസ് എഴുതുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്പെല്ലിംഗ് മറന്നു പോകും. പക്ഷെ അവർക്ക് സൗണ്ട്സിലൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് കാരണം ഒരു വേർഡ് ബിൽഡ് ചെയ്യാൻ കൊടുത്താൽ അവർ ആ സൗണ്ട് പ്രൊണൗൺസ് ചെയ്തൊന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് വേർഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയധികം കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. മലയാളമാണെങ്കിലും അതുപോലെ GK ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഓൾ സബ്ജക്റ്റ് അവർ കുട്ടികളെ വളരെയധികം അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യിക്കുന്നതിലൂടെ. അതിപ്പോ ഒരു കുട്ടിയെ മാത്രമായിട്ടല്ല, എല്ലാ കുട്ടികളെയും അതിനു വേണ്ടിയിട്ട് അവര് പരിശ്രമിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയുന്നത് ഈ 2 വർഷത്തിൽ മോണ്ടിസോറിയിൽ പഠിച്ചത് കൊണ്ട് എൻ്റെ മകൾക്ക് വളരെയധികം നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ അവരുടെ ഉള്ളിലെ ടാലന്റ് മനസ്സിലാക്കി അവർക്കിപ്പോ കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും ഇനി അവരുടെ ഉള്ളിൽ ഒരു ബിസിനസ് ലെവൽ ഒരു അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അവരുടെ കഴിവുകൾ കൊണ്ടുവരുന്ന ആണെങ്കിലും കുട്ടികൾ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ചെയ്ത് അവരുടെ ഉള്ളിൽ ഒരു കൂട്ടായ്മ, ഒരു സംഘടന അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും. എല്ലാ രീതിയിലും കുട്ടികളെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇപ്പൊ മോണ്ടിസോറി ടീച്ചേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയും, എന്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരു ബേസിക് സ്റ്റാൻഡ് കിട്ടണമെങ്കിൽ നമ്മൾ മോണ്ടിസോറിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. Public school, get 100% success.